നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് സാധിക്കും. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് മണി മാനേജ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതൊരു ട്രേഡറും അവൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ അവൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് അല്ലെങ്കിൽ അവൻ സ്വയം ഉണ്ടാക്കി വെക്കേണ്ട കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. നിർബന്ധമായിട്ടും ആ വീഡിയോ കാണേണ്ടതുണ്ട്. അഗെയിൻ ഈ ഒരു ചാനലിലൂടെ ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂസസും അപ്ഡേറ്റ്സും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ഓരോ വീഡിയോസും മുടങ്ങാതെ കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ കൂടെ ഉണ്ട്. സോ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ചാനലിലൂടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന പ്രധാന കാര്യങ്ങളെയും കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് അതിൽ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ആ ഒരു ചാനലിലും ജോയിൻ ചെയ്യുക. അഗെയിൻ ഇന്ന് നമുക്ക് പറയാനുള്ളത് എങ്ങനെ ഒരു ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ്. സോ ഒരു ബിഗിനർ എന്ന നിലയിൽ ഈ സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തലവേദനയാണ് അല്ലേ. നമ്മൾ പല രീതിയിലും പല സ്റ്റോക്സും തിരഞ്ഞെടുത്ത് ഒരുപാട് സ്റ്റോക്സിനെ വാച്ച് ചെയ്ത് അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോക്കിൽ നിന്നും നമുക്ക് റിട്ടേൺസ് ഒന്നും കിട്ടാതെ വന്നിട്ട് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങൾ കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ഇടയ്ക്ക് പതിവുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നതും വാച്ച് ചെയ്യുന്നതും ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇതിൽ. സോ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മുന്നോട്ടുള്ള വീഡിയോയിൽ വീണ്ടും വേറെയും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ടിപ്പ് തരികയാണ്. ഒരുപാട് സ്റ്റോക്സ് ഒന്നും വാച്ച് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് കഴിയുന്ന ഒരു 10 സ്റ്റോക്സ് മാത്രം റെഗുലറായിട്ട് വാച്ച് ചെയ്യുക. ആദ്യം തന്നെ ഒരു മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരിക്കലും നമ്മൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതൊരിക്കലും നടക്കില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്കില്ലാണ്. അപ്പോൾ ഈ ഒരു സ്കില്ല് പഠിക്കുന്ന കാര്യത്തിൽ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര ട്രേഡേഴ്സ്, അതായത് പ്രോഫിറ്റ് റെഗുലറായിട്ട് വലിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്ന എത്ര ട്രേഡേഴ്സ് ഉണ്ടാവും നമ്മുടെ ഇടയ്ക്ക്? അങ്ങനെ ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഇത് അത്രയ്ക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പഠിത്തം, എഡ്യൂക്കേഷൻ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫസ്റ്റ് ഫേസിൽ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റോക്സിലേക്ക് ചെല്ലാൻ പറ്റും. ഒരുപാട് സ്റ്റോക്സിൽ നിന്ന് വലിയ വലിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു 10 സ്റ്റോക്സ് അത്രയും റെഗുലറായിട്ട് വാച്ച് ചെയ്യുക. അതിനെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ന്യൂസ് വരുമ്പോഴും അങ്ങനെ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും ഈ 10 സ്റ്റോക്സ് എങ്ങനെയാണോ അതിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു 10 സ്റ്റോക്സ് മതിയാകും നമുക്ക് ജീവിതകാലം മുഴുവൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എങ്ങനെ നന്നായിട്ടൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ NSEയുടെ സൈറ്റ് സെർച്ച് ചെയ്യുക. സോ ദാറ്റ് ഈസ് www.1.nseindia.com. അത് സെർച്ച് ചെയ്ത് NSEയുടെ സൈറ്റിലേക്ക് കയറുക. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും തന്നെ രാത്രിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിൻ്റെ മുൻപ്, അതായത് പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിൻ്റെ മുൻപ്, അപ്പോൾ
രാത്രിയിൽ വേണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിൻ്റെ മുൻപ് 9 മണിക്കാണ് പ്രീ മാർക്കറ്റ് സെഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ NSEയുടെ സൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിഫ്റ്റി 50 ഗെയിനേഴ്സ് ഓർ ലൂസേഴ്സ് എന്നുള്ളൊരു സെഷൻ കാണാൻ പറ്റും. സോ ഇവിടെ നിഫ്റ്റി 50യിലെ ഗെയിനേഴ്സിൻ്റെ ലിസ്റ്റാണിത്. സോ ഇവിടെ വ്യൂ ഓൾ കൊടുക്കുക, എല്ലാത്തിനെയും കാണണമെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഈ ഒരു 5 എണ്ണം സെലക്ട് ചെയ്യുക. ഇതിൽ നിന്നും നമുക്ക് ഒരു ബിഗിനർ ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വലിയ ഫണ്ടൊന്നും കാണില്ല. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിൻസർവ് ആണ് ആദ്യം കിടക്കുന്നത്. 11,710 രൂപയാണ് അതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില. സോ അങ്ങനത്തെ സ്റ്റോക്സിനെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കി നിർത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. എഗെയിൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണ്. പഠിക്കുന്ന സമയത്ത് മാക്സിമം പോയാൽ ഒരു 5,000 രൂപ, അതിൽ കൂടുതലൊന്നും നമ്മൾ വെച്ച് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോ ബജാജ് ഫിൻസർവ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ അതിന് താഴെ കോൾ ഇന്ത്യ, JSW സ്റ്റീലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ JSW സ്റ്റീൽ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. സോ ട്രേഡിംഗ് വ്യൂവിൽ നേരെ ട്രേഡിംഗ് വ്യൂവിലേക്ക് പോയിട്ട് JSW സ്റ്റീൽ സെർച്ച് ചെയ്യാം. JSW സ്റ്റീൽ. നമുക്ക് JSW സ്റ്റീലിൻ്റെ 5 മിനിറ്റ് ചാർട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 5 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്കറിയാമല്ലോ കീ ലെവൽസ് പ്ലോട്ട് ചെയ്യാനൊക്കെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലെവൽസ് പ്ലോട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ മുൻ വീഡിയോകളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. സോ അങ്ങനത്തെ ലെവൽസ് പ്ലോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്കറിയാം പ്യുവറായിട്ടൊരു ചാനൽ ഫോം ചെയ്ത് ആ ചാനലിലൂടെ മാത്രം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്യുവറായിട്ടൊരു ചാനൽ ഫോം ചെയ്ത് ആ ഒരു ചാനലിലൂടെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ നമുക്ക് ആ ഒരു ചാനൽ ഇവിടെ കറക്റ്റായിട്ട് വരച്ച് വെക്കാൻ പറ്റും. സോ അതേപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസുകൾ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലെവൽ ഉണ്ടായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അഗൈൻ അടുത്തൊരു ലെവലുണ്ട് ഈ ഒരു രീതിയിൽ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിലൊരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഔട്ടോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്കതിൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും NSEയുടെ സൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ടും ഒക്കെ വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്സ് ഒന്ന് JSW സ്റ്റീൽ, ഒന്ന് കോൾ ഇന്ത്യ, അതേപോലെ ICICI ബാങ്ക്. ഇനി ടോപ്പ് ലൂസേഴ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാൻ, ദെൻ വിപ്രോ. അപ്പോൾ ഇവിടെ വിപ്രോ ഞാനൊന്ന് നോക്കുകയാണ്, വിപ്രോയുടെ ചാർട്ടൊന്ന് തുറന്ന് നോക്കുകയാണ്. സോ അപ്പോൾ വിപ്രോയുടെ ചാർട്ട് ഈ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഇടുകയാണ്, 1 അവറിലേക്ക് ഇടുകയാണ്. അപ്പോൾ 1 അവറിൽ എന്താണ് കാണാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ 1 അവറിൽ നോക്കുന്ന സമയത്ത് വിപ്രോ നല്ല രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡാണ് റീസെൻ്റായിട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ അതിനേക്കാളും പ്രധാനമായിട്ട് നമുക്കിവിടെ നോക്കാനുള്ളത് വിപ്രോ ഇപ്പോൾ നിൽക്കുന്ന ലെവൽ ഒരു കീ ലെവലാണ്. കാരണം മുൻപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2021 മാർച്ച് 25 ഈ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ വിപ്രോ എത്തി നിൽക്കുന്നത് അല്ലേ. ഏകദേശം അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ വിപ്രോ എത്തി നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ നമുക്കൊരു കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. എഗെയിൻ മാർക്കറ്റ് അവിടേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് മുൻപ് ഒരു ഡിമാൻഡ് സോണായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഒരു തവണ. അപ്പോൾ ഇത്തവണയും ചിലപ്പോൾ അതൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിനെ അവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ കീ ലെവൽസ് പ്ലോട്ട് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു സ്റ്റോക്ക് വരുന്ന സമയത്ത് അവിടെ നിന്നും നല്ല അടിപൊളി ട്രേഡ്സ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് കീ ലെവൽസ് മാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സ്റ്റോക്സിനെ സെലക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. സോ ഇവിടെ നിങ്ങൾ വ്യൂ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിലുള്ള മൊത്തം സ്റ്റോക്കുകളെ കിട്ടും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പൺ പ്രൈസ് കാണാൻ പറ്റും. ഏറ്റവും ഹൈ ഇന്നേ ദിവസം അത് ഏറ്റവും ഹൈ എത്ര ഉണ്ടാക്കി, എത്ര ലോ ഉണ്ടാക്കിയത് എത്രയാണ്, പ്രീവിയസ് ഡേയിലെ ക്ലോസ് എത്രയാണ്, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, അതായത് ഇപ്പോൾ അവസാനം അത് എത്ര രൂപയ്ക്കാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്തത് എന്നുള്ള എല്ലാവിധ വിവരങ്ങളും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ വോളിയം എല്ലാം കാണാൻ പറ്റും.
അപ്പോൾ ഇവിടെ കാണാം ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ഈ ഒരു പ്രൈസിൽ നമുക്ക് പ്രൈസ് കൊണ്ട് ഒക്കുന്ന സ്റ്റോക്സിനെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരു 10 സ്റ്റോക്സിനെ സെലക്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് അതിൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു 10 സ്റ്റോക്സിനെ ഞാൻ പറയുമ്പോൾ 10 എന്ന് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഒരു 3 സ്റ്റോക്സിനെയാണ് അങ്ങനെ റെഗുലറായിട്ട് വാച്ച് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ 3 എണ്ണം മതി. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ 3 സ്റ്റോക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളത് ഇവനെ ഒരു 3 മാസം നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു 3 സ്റ്റോക്സിനെ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമ്മൾ പറയാറില്ലേ അതിനെ അങ്ങോട്ട് കലക്കി കുടിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് അതിനെപ്പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയാൽ ആ ഒരു സ്റ്റോക്ക് എവിടെ വരെ പോവും, അവരെന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം മുഴുവൻ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആണെങ്കിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇഷ്ടംപോലെ ട്രേഡ്സ് ആ ഒരു സ്റ്റോക്സിൽ തന്നെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ആസ് എ ബിഗിനർ. അത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്സിൻ്റെ എണ്ണം കൂട്ടാം, ട്രേഡ്സിൻ്റെ എണ്ണം കൂട്ടാം. സോ ആദ്യം പഠിക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ പഠിത്തത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യ പടി എന്നോണം നമ്മൾ നിഫ്റ്റി 50യിൽ NSEയുടെ സൈറ്റിൽ പോയിട്ട് നിഫ്റ്റി 50യിൽ വരുന്ന ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സിൽ പെടുന്ന ഒരു 10 സ്റ്റോക്സിനെ മാത്രം എടുത്തിട്ട് അതിൽ പ്രോപ്പറായിട്ട് ട്രേഡ്സ് പുഷ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് ട്രേഡിലേക്ക് എൻട്രി ചെയ്യുക. നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.